സത്യം പറഞ്ഞ എന്തിനാണ് ക്യാമറ ഓൺ ആക്കിയെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റിൻ്റെ വിസ ഇനി ഇൻഷാല്ല 2 ആഴ്ച കൂടെ ഉള്ളൂ. എനിക്ക് നല്ല തലവേദനക്കുണ്ട്. ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. മറ്റത് ഫോണിൽ കൂടെ ഫോൺ വെച്ച് പോവുക, അല്ലെങ്കിൽ ഫോൺ കട്ടാക്കി ഇപ്പോൾ ഫോൺ ഓഫാക്കി പോകുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇപ്പം അങ്ങ് നേരിട്ട് കൊടുക്കാമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഫസ്റ്റ് ഇപ്പോൾ ഒരു പാട്ട് പാടും. അപ്പോൾ ഈ തരുന്ന സന്തോഷത്തിനും സ്നേഹത്തിനും സമാധാനത്തിനും ഐക്യത്തിനും യൂട്യൂബിലായാലും ഒന്ന് കാണാതായ തിരക്ക് വരുന്ന മനുഷ്യരുണ്ടല്ലോ, ഞങ്ങളുണ്ടാക്കിയ സമ്പാദ്യം അങ്ങനെയുള്ള കുറച്ച് മനുഷ്യന്മാരെയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കുറേ ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഞങ്ങളെ കാണുന്നില്ല, എന്താ വീഡിയോസ് ഇടാത്തതെന്നൊക്കെ പറഞ്ഞ് മെസ്സേജും കമൻറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ? റീസൺ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ കുറച്ച് ദിവസം വീഡിയോസ് അങ്ങനെ ഇടാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, വ്ളോഗായിട്ട് അങ്ങനെ ഇടുന്നില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, ഇപ്പോൾ വ്ളോഗൊന്നും ഇല്ലല്ലോ, എന്താണ് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, ഓരോ തിരക്കായി പോയി അല്ലേ. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആണെങ്കിൽ വ്ളോഗ് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വ്ളോഗ് എടുക്കാൻ. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് എടുക്കണതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല. ഇതേപോലെ എല്ലാവരും പരാതി പറഞ്ഞപ്പോൾ എല്ലാവരും മുന്നിൽ ഒന്നും കൂടി വരാം എന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞ എന്തിനാണ് ക്യാമറ ഓൺ ആക്കിയെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയില്ല. ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്. എന്താ സംസാരിക്കാൻ പോണേ എന്താന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ല. അറിയോ? എന്തേലൊക്കെ പറയൂ. അപ്പോൾ പിന്നെ DM-ൽ കുറേ വരുന്നൊരു മെസ്സേജാണ്, ഞാൻ നാട്ടിൽ പോണേ, എൻ്റെ വിസ കഴിയാനായില്ലേ, ഫെബ്രുവരി ആയില്ലേ. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക തോന്നുന്നു, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കും. ചിലവർ ചോദ്യം കേട്ട വിചാരിക്കും ഫസി വിസ തീരാറായില്ലേ, ഫസി ഇനി 3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, ഫസി പോവാറായില്ല, ഫസി നാട്ടിലേക്ക് എന്നാ പോണേ, ഫസി പോവാനായില്ലേ, ഫസിന് 3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, എന്തായി. ആൾക്കാരിങ്ങനെ എണ്ണിയിരിക്കാൻ തോന്നുന്നു. ചിലവർ ചോദ്യം കേട്ട് കഴിഞ്ഞാലേ എങ്ങനെയെങ്കിലും ഈ പണ്ടാറം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്നും കാണണ്ടല്ലോ എന്ന് വിചാരിച്ചാണോ ചോദിക്കണമെന്ന് തോന്നിപ്പോവും. അതല്ല ഞങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് വ്ളോഗ് ഇനിയും കാണാമല്ലോ ഇഷ്ടപ്പെട്ടിട്ട് ചോദിക്കാമെന്ന് തോന്നിപ്പോവും. എന്താണ് ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവണില്ല. ഫസ്റ്റ് പോവാനായില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങൾ വെറുപ്പിക്കൽ കൂടിയിട്ടാണോ അതോ ഞങ്ങൾ ഒന്നിച്ച് കാണാനുള്ള സന്തോഷം കൊണ്ടാണോ എന്നുള്ള അറിയില്ല. അപ്പോൾ ഫസ്റ്റിൻ്റെ വിസ ഇനി ഇൻഷാല്ല 2 ആഴ്ച കൂടെ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റിൻ്റെ വിസ കാലാവധി ഇനി 2 ആഴ്ച കൂടെ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ മാക്സിമം വീഡിയോസ് കവർ ചെയ്യണമെന്നുണ്ട്. നമുക്ക് നാട്ടിൽ പോകാൻ ആഗ്രഹമുണ്ട്. പോവും എന്നാ പോയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഒരു മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ ബാക്കി കാര്യങ്ങളിലൊക്കെ ഒരു അപ്ഡേറ്റ് തരിക എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു കേട്ടോ. ഞാൻ ഏകദേശം 7 വർഷത്തോളമായി ദുബായിൽ. 2018 ഞാൻ ദുബായിക്ക് വന്നതാണ്. ആ 2018 മുതൽ 2025 വരെ അതിനുള്ളിൽ എത്ര പെരുന്നാൾ കടന്നു പോയോ, എത്ര നോമ്പ് കടന്നു പോയോ, അതൊന്നും എനിക്ക് എൻ്റെ ഫാമിലീൻ്റെ കൂടെ അല്ലെങ്കിൽ നാട്ടിലോ കൂടാൻ പറ്റിയിട്ടില്ല. അതായത് ഞാൻ അവസാനമായിട്ട് പെരുന്നാൾ കൂടിയത് 2017 നോമ്പും പെരുന്നാളുമാണ് ഞാൻ നാട്ടിൽ കൂടിയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ പോകുന്ന നമ്മൾ ദുബായിൽ നിൽക്കുന്ന ഒരു സാധാരണ ഒരു ശമ്പളത്തിൽ അല്ലെങ്കിൽ സാധാരണ ഒരു ജോലി നയിക്കുന്ന ഒരാൾ പെരുന്നാളിൻ്റെ ലീവിനൊക്കെ നാട്ടിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. ടിക്കറ്റ് റേറ്റ് ആയാലും ലീവിൻ്റെ ഇഷ്യൂസ് ആയാലും. അതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ എനിക്ക് എപ്പോഴും എന്താണ് ആഗ്രഹം, ഞാൻ ആര് ചോദിക്കുമ്പോഴും ഉമ്മ ഇങ്ങനെ പിടിക്കൂട്ടാവും, മോനെ പെരുന്നാൾക്ക് വരും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും വരാൻ പറ്റില്ല അമ്മ ഒക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും ഫ്രണ്ട്സിനോടായാലും ആരോടായാലും ഇവളോടായാലും ഞാൻ പറയല് എനിക്ക് ഒരു പെരുന്നാളെങ്കിൽ ഒരു പെരുന്നാൾ നാട്ടിൽ കൂടണം എന്നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ പെരുന്നാളെങ്കിലും എനിക്ക് നാട്ടിൽ കൂടണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പെരുന്നാൾക്കും നടക്കില്ല, പോകാൻ പറ്റാത്തതല്ല,
ടിക്കറ്റിന് ഇഷ്യൂസാണ്. പിന്നെ ഒന്നാമത് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവളിഞ്ഞ് 2 ആഴ്ചയും കൂടിയേ UAE ഇവൾക്ക് വിസ കാലാവധി ഉള്ളൂ. അപ്പോൾ നാട്ടിലത്തെ ഒരു നോമ്പിനൊക്കെ നാട്ടിലത്തെ ഒരു വിഭവം കൂട്ടിയിട്ട് നോമ്പ് തുറക്കണം, അല്ലെങ്കിൽ എന്താ പറയുക പെരുന്നാൾ പോലെ ഒരു പെരുന്നാളിൻ്റെ ഒരു ഫീല് കിട്ടണം. ഫ്രണ്ട്സ് ഞങ്ങൾ എല്ലാ പെരുന്നാൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, പക്ഷേ നമ്മളെ ഫാമിലി കൂടെ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനെൻ്റെ ആഗ്രഹം പറഞ്ഞാണ്. കാരണം നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് പെരുന്നാൾക്ക്. ഞാൻ പറഞ്ഞില്ല, തറവാട്ടിൽ ഇത്രയും തറവാട്ടിൽ 9 മക്കള്, ഒലിവൊക്കെ 9 മക്കളുടെ ഒരു പേരക്കുട്ടികളുടെ എല്ലാവരും കൂടി ഭയങ്കര ബഹളമാണ്. ഒരു പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു കല്യാണ വൈബാണ് വീട്ടിൽ. അത് കഴിഞ്ഞ് ഇളാപ്പാൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നുള്ള ചായ കുടിയും, അപ്പോൾ അതൊക്കെ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവളെ കൊണ്ടുവരുമ്പോൾ തന്നെ ഞാനിങ്ങനെ ഫ്രണ്ട്സിനോട് പറഞ്ഞിരുന്നു, എങ്ങനെയെങ്കിലും പെരുന്നാളിന് ഇവള് എൻ്റെ കൂടെ ഉണ്ടാവുന്ന തരത്തിൽ നമുക്ക് ഞാൻ പ്ലാൻ ചെയ്യണം എന്നൊക്കെ. പക്ഷെ അതും പെരുന്നാളിൻ്റെ മുന്നേ പോണ ഒരു രീതിയിലാണ് ഓക്കെ ശരിയായത്. അപ്പോൾ ഇവൾക്ക് ഇവിടെ ഒന്ന് ജീവിച്ചപ്പോൾ ഇവൾക്ക് എന്തായി, ഇവിടെ ഒരു അല്ലേ, ഇവിടെ നന്നായിട്ട് അങ്ങോട്ട് ബോധിച്ചിരിക്കണ ആൾക്ക് അല്ലേ. നാട്ടിൽ പോകണ്ടെന്ന്, ഞാൻ നാട്ടിൽ പോകണില്ല എന്നൊക്കെ പറഞ്ഞേ. പോവാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഫസീൻ ഇവിടെ നിൽക്കുന്നുണ്ടോ പോവുണ്ടോ എന്ന് ഫസി തന്നെ പറയട്ടെ. ഞാൻ പറയാൻ ആരുമില്ല, ഞാനൊരു വൈബൊക്കെ. അപ്പൊ നിങ്ങളുടെ ഭർത്താവല്ലേ, അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞോ. ഞാൻ ഇത്രയും നേരം കൊണ്ട് ചലച്ചോണ്ട് ഈ പറഞ്ഞോ. എനിക്ക് നാട്ടിൽ പോകണമെന്ന് വലിയ താല്പര്യമൊന്നും ഇല്ല. പിന്നെ എല്ലാരും ഇങ്ങനെ ചോദിക്കണ്ട്, എന്തായി നാട്ടിക്ക് പോണില്ലേ, എന്നാ പോണത്, ചിലവരൊക്കെ പോണതിന് മുന്നേ കാണാൻ പറ്റുമോന്നൊക്കെ. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ പോണതിന് മുമ്പ് കാണാൻ പറ്റുമോ. ഇന്നൊരാൾക്ക് മെസ്സേജ് അയച്ചു കിട്ടോ, ഇന്ന് UAE എത്തിയിട്ടുള്ളൂ തോന്നുന്നുണ്ട്. അവനും അവൻ്റെ വൈഫും ഇന്ന് UAE എത്തിയിട്ടുള്ളൂ. ഇന്ന് മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ UAE എത്തിയിട്ടോ, നിങ്ങളൊന്ന് കാണാൻ പറ്റുമോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരെയും കാണുന്നുണ്ട് അല്ലേ, പറയൂ. അപ്പം നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല ഗായ്സ്. അൽഹംദുലില്ലാഹ് ഫസിക്കൊരു ജോബ് ശരിയായിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനിങ് പീരീഡാണ്, ഡിസ്ക്ലോസ് ചെയ്യണില്ല അതിൻ്റെ സംഭവങ്ങളൊന്നും. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, സെറ്റായിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ തൽക്കാലം ഇവള് നാട്ടിൽ പോവുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിച്ചത്. നമ്മൾ എന്താണ് സന്തോഷങ്ങളോട് പങ്കുവെക്കണമെന്നുള്ളൂ. ഇവൾക്ക് അത്യാവശ്യം അൽഹംദുലില്ലാഹ് കുഴപ്പമില്ലാത്ത നമ്മളൊരു ഫ്രണ്ടിൻ്റെ കമ്പനി തന്നെ നമ്മൾ ജോലി ശരിയാക്കി കൊടുത്തിട്ടുണ്ട് ടെമ്പററി ആയിട്ട്. ഇവളെ പഠിച്ച ഫീൽഡല്ല, പക്ഷെ എന്നിരുന്നാലും ഒരു കുറച്ച് എക്സ്പീരിയൻസ് ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഏതായാലും വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ നമ്മളൊരു ജോബ് ശരിയാക്കി കൊടുത്തു. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഫസിപ്പോൾ 2 ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ട്രെയിനിങ് പോലെയാണ്. ഇപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു പണിയൊക്കെ പഠിക്കാനും വേണ്ടിയിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ പോയി വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന് മുന്നേ തന്നെ നമുക്കിങ്ങനെ പ്രൊമോഷൻസ് അല്ലെങ്കിൽ യൂട്യൂബ് കാര്യങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒന്നിച്ച് നിൽക്കാം എന്നുള്ളൊരു ഡിസിഷൻ തന്നെ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വിസ ജോബ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിസ റിന്യൂ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പടച്ചോൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇതുവരെ റാഹത്തായിട്ട് പോകുന്നുണ്ട്, ഇനിയും അങ്ങനെ പോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് ഇവിടെ
ഇനി ഒരു പ്രവാസിൻ്റെ പോലെ അല്ലെങ്കിൽ 2 വർഷത്തോളം ഇവിടെ ഉണ്ടാവും, യു എയിലുണ്ടാവും. ഞങ്ങൾ ഒന്നിച്ചായിരിക്കും. വിസ എടുക്കാൻ വേണ്ടിയിട്ട് വിസന്റെ പ്രോസസ്സിങ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പോലീസ് ഉണ്ട്, അന്നമൊക്കെ പോലീസ് ഒന്നാണ് നിങ്ങളെ വെക്കാനായിരിക്കും. വിസേൻ്റെ പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് അതൊരു സന്തോഷമായിരിക്കുള്ള കാര്യമായിരിക്കും. എനിക്കറിയാം ചില ആൾക്കാർ വിചാരിക്കണ്ട ഇവരെ വീഡിയോസ് എന്നിപ്പോ കാണണ്ടേ വിചാരിക്കണ്ടാവും ചില ആൾക്കാർ. ചില ആൾക്കാർക്ക് സന്തോഷമായിരിക്കും അറിയാം. കാരണം ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കലുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഞാനിനി ഇവിടെ ദുബായിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ജോബൊക്കെ ചെയ്ത് ഒന്ന് സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. കുറേ ആഗ്രഹങ്ങളുണ്ടല്ലോ, എല്ലാവർക്കും ഉള്ള പോലെ നമുക്കും ഉണ്ട് കുറേ ആഗ്രഹങ്ങളൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കണം. പിന്നെ നിങ്ങളെല്ലാവരെയും ചോദ്യങ്ങൾക്ക് ഉത്തരമായുള്ള കുഞ്ഞിക്കാലി എന്നുള്ളതും നമുക്ക് ഇൻഷാ അല്ലാഹ് റെഡിയാക്കണം. എത്ര പെട്ടെന്ന് ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ തന്നെ ഈ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കുക. കുറേ പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രം ഒന്നാമത് ഞങ്ങൾക്ക് ഇങ്ങനെ വ്ളോഗ് എടുക്കാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. നമുക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമില്ലായിട്ടല്ല, അങ്ങനെ പെട്ടെന്നുള്ള പുറത്തൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അത് പെട്ടെന്നുള്ള പോക്കായിരിക്കും. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതൊരു വ്ളോഗ് എടുക്കാതിരുന്നത്. പിന്നെ അപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ എന്താണ് ജോബ് ഫസ്റ്റ് ഇപ്പോൾ ജോബിന് പോയി തുടങ്ങി. ഞാനും ജോബിന് പോയി തുടങ്ങി. അപ്പോൾ ജസ്റ്റ് ട്രെയിനിങ് ആണ്. കുറേ ആൾക്കാർക്ക് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം കിട്ടിയ കാലം ഫാമിലിയിലായാലും അധികം പേരോട് അവരോട് പറഞ്ഞിട്ടില്ല. കാരണം ഒന്നും കൺഫേം ആയിട്ടില്ല. 1-ാം തീയതിയാണ് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് ട്രെയിനിങ് ആയിട്ട് എനിക്ക് പണി പറ്റുന്നുണ്ട്. കാരണം ഞാൻ പഠിച്ച ഫീൽഡല്ല. ഞാൻ അതിനെ കുറിച്ചിട്ട് വേറൊരു വീഡിയോ ഇടാം ഇൻഷാ അല്ലാഹ്. ഞാൻ പഠിച്ച ഫീൽഡിലേക്ക് ഇനി പോണില്ലേ എന്ന് അതിനുള്ള മറുപടി ഇൻഷാ അല്ലാഹ് ഞാൻ ഇടാം. ഇൻഷാ അല്ലാഹ് എന്തായാലും ആ ഫീൽഡ് ഒരിക്കലും വിടൂല. ഇപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ഒരു സ്റ്റേബിളായിട്ട് നമ്മൾ ഇവിടെ ട്രെയിനിങ്ങിന് കയറാനുള്ള ഓപ്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് ഒരു മെയിൻ കാര്യമാണ്. കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇവിടെ ഫീൽഡിന് വർക്കിൽ, അതായത് മെഡിക്കൽ ഫീൽഡ്. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇവിടെ ലാംഗ്വേജ് ഒരു പ്രശ്നമാണ്, നല്ല പ്രശ്നമാണ്. അപ്പം ഇല്ല അത് സംഭവം എനിക്ക് നല്ല തലവേദനക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. എനിക്ക് വിളർച്ചയുണ്ട് ഗൈസ്, വിളർച്ച. പോയിക്കാം നോക്ക്. അപ്പം ലാംഗ്വേജ് ഒന്ന് ലാംഗ്വേജ് ഒക്കെ ഒന്ന് സെറ്റായി. അപ്പം എന്തായാലും വെറുതെ ഇരിക്കില്ല റൂമിൽ. അപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ പോവാന്ന് വിചാരിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലി ആയതുകൊണ്ട് അങ്ങനെ. എന്ത് ജോബ് എവിടെ കാര്യങ്ങളുള്ള ഷാർജ തന്നെയാണ്. എന്ത് ജോബ് കാര്യങ്ങളുള്ള നമ്മൾ വഴിയെ അപ്ഡേറ്റ് ചെയ്യാം. ആദ്യമൊന്ന് നമ്മളെ സന്തോഷം അറിയിച്ചെന്നുള്ളൂ. കണ്ണുകെട്ടായിരിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യും. കാരണം കുറേ ആൾക്കാരിങ്ങനെ എന്താണ് ഫസി അവിടെ ജോബ് നോക്ക്, അവിടെ സെറ്റ് ആയിക്കോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇമ്മാന്റെ ശരിക്കും ഇമ്മാന്റെ എക്സ്പ്രഷൻ കാണിക്കണായിരുന്നു. നീയത്താക്കി ഇങ്ങനെ ജോലി കിട്ടാനൊക്കെ അമ്മാന്റെയും എല്ലാരെയും പ്രാർത്ഥന. എന്താ വെച്ചാലും നമുക്ക് നമ്മളൊരു ജോബ് കിട്ടി, നമ്മളൊന്ന് പിന്നെ ഒന്നിച്ച് നിക്ക, ഒന്നിച്ച് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നമുക്ക് ലൈക്ക് നിങ്ങൾ പറഞ്ഞ ഞാൻ പറയൂല നോക്ക് എന്താണ് ഇപ്പം എത്ര വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ എത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മുടെ പേരൻസ് ആയിരിക്കും. അതുപോലെ അവർക്ക് ഭർത്താക്കന്മാരെ വിശ്വസിക്കാൻ പാടില്ല കേട്ടോ. അവർക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മുടെ പേരൻസിന് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ആണെങ്കിലും ആജിക്കേൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ആണെങ്കിലൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാം ഒന്ന് സെറ്റാക്കണം. ജോബ് കാര്യങ്ങളൊക്കെ എന്താന്നൊക്കെ വഴിയെ പറയാം. പിന്നെ ഒന്നിച്ച് നിൽക്കണതാണ് മെയിൻ. നമ്മളിപ്പോൾ ഞാൻ ഇവളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 1 വർഷമായി. ഇപ്പോൾ ഇങ്ങനെ ഡിസംബറിൽ ഇവളെ കൊണ്ടുവരാമെന്ന് വീട്ടിൽ പറഞ്ഞപ്പോഴും എൻ്റെ ഉപ്പ ആയാലും ഉമ്മ ആയാലും ഇവളെപ്പോൾ ഉമ്മ ആയാലും
അവർ നമ്മളോട് പറഞ്ഞൊരു കാര്യം നോക്കുക, മക്കളെ നല്ല ഡിസിഷനാണ്. കാരണം ഞങ്ങൾക്കൊന്നും അതിന് പറ്റിയിട്ടില്ല. അതായത് ഉപ്പാക്കാണെങ്കിലും ഇവളപ്പാക്കാണെങ്കിലും അവരെ ഉമ്മാനെപ്പാനെ ഒന്ന് ഗൾഫ് കാണിക്കാനായിട്ട് അവരെ സാഹചര്യം അങ്ങനെയാണ്, നമുക്കറിയാം. അന്നത്തെ സാഹചര്യം, പണ്ടത്തെ സാഹചര്യവും പിന്നെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അവർക്ക് ഏതായാലും ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ മക്കൾക്കെങ്കിലും അങ്ങനെ പറ്റട്ടെ എന്ന് അവർ പറഞ്ഞത്. കാരണം ഞങ്ങളിപ്പോൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളിൽ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തീരെ പക്വത ഇല്ലാത്ത ഒരാളാണ് ഇപ്പോഴും. ഇപ്പോഴും പക്വത എന്ന് പറഞ്ഞ സാധനം എനിക്കിപ്പോഴും ഇല്ല. ഞാൻ ഭയങ്കര ഒരു ചെറിയ കുട്ടിയായിട്ടാണ് ഇവിടെ മുന്നിൽ. ഇവളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും, ഇപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ ഒരു ചെറിയ കുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളപ്പോൾ പറയും, എനിക്ക് തോന്നിയിട്ട് നിങ്ങളെ വയറ്റിലൊരു കുട്ടി ഉണ്ടെന്ന് പറയും, എന്നെ കളിയൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പോഴും ഒരു പക്വത ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇവള് കൂടെ ഉള്ളതിൻ്റെ ഒരു ഫാമിലി മാൻ ആയതിൻ്റെ ഒരു 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 എന്താ പറയുക, ഒരു ചേഞ്ചസ് എനിക്കും ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടില്ല. പിന്നെ എന്താ പറയുക, ഒരു ഒരു ബോണ്ട് വന്നിട്ടുണ്ട് പഴയതിനേക്കാളും, അല്ലേ അല്ലേ? പഴയതിനേക്കാൾ ഒരു ബോണ്ട് ഞങ്ങൾ തമ്മിൽ വന്നു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. വഴക്കുകൾ കുറഞ്ഞു. എനർജി ഇല്ല എന്നല്ല, ഉണ്ടാവൂല എന്നുമല്ല, ഒരു 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 ഇത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം കൊടുക്കാനുള്ളതൊക്കെ നേരിട്ടായതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാണ്. മറ്റത് ഫോണിൽ കൂടെ ഫോൺ വെച്ച് പോവുക, അല്ലെങ്കിൽ ഫോൺ കട്ടാക്കി പോകും, ഫോൺ ഓഫാക്കി പോകും. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇപ്പം അങ്ങനെ നേരിട്ട് കൊടുക്കാമല്ലോ. എനിക്കിതിന് മറുപടി ഇല്ല. ഇതിന് മറുപടി ഇല്ലാത്തേ കുറേ ആൾക്കാർ പറയണ്ടേ ഇങ്ങനെ വീഡിയോയില് നമ്മളെ പാട്ട് വേണമെന്ന്. ഇനി നിങ്ങളൊരു പാട്ട് പാടും. ഞാൻ പാടില്ല, എനിക്ക് പാടാൻ അറിയില്ല മക്കളെ. കുറേ മെസ്സേജ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഫസ്ന ഫൈസൽ നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാൻ പോവുകയാണ്. ഞാൻ പാടൂലേ? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഫസ്റ്റ് ഇപ്പോൾ ഒരു ഗാനം പറയട്ടെ സഹൃദയര്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഫസ്റ്റ് ഇപ്പോൾ ഒരു പാട്ട് പാടും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു പാട്ടുണ്ട്. പാടല്ലേ? ഒരു പാട്ടുണ്ട്, എന്താണ് പാട്ട്? അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളെ തെറി വിളിക്കുന്ന. എനിക്ക് പാട്ട് പാടിയ ആളോട് ഒരു വിരോധമില്ല. ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല. പക്ഷെ ഇത് ഒരാൾ 24 മണിക്കൂർ തന്നെ പാടിക്കൊണ്ടിരുന്ന നമുക്ക് ദേഷ്യം വരില്ല. പാടണോ? നിങ്ങൾ വേറെ ഏത് പാട്ടാ പാടിക്കോ? അത് അറിയട്ടെ, ഒരു കൂടി അറിയട്ടെ ഏതാ പാട്ട്. എനിക്ക് പാട്ടല്ല ഇഷ്ടം, പക്ഷെ അജിക്കയ്ക്ക് ആ പാട്ട് ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്തല്ല, കേട്ട് 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 ഇവളെ വായന്ന് കേട്ട് 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 എനിക്ക് പ്രാന്തായതാ. അശോക് ലൈലാൻഡ്. അത് നിങ്ങൾക്ക് വരി അറിയാഞ്ഞിട്ടാണ്. ഞങ്ങൾക്ക് പാടി തരാട്ടോ. താഴെ വേണം മേലെ വേണം? താഴെ വേണം മേലെ വേണം? ക്യാമറ ഓണാക്കി പോയി, അല്ലെങ്കിൽ പറഞ്ഞാൽ പാടണ്ടേ? താഴെ വേണം മേലെ വേണം? എന്തെന്ന് ചോദിക്കണം. അപ്പൊ എന്ത് പിച്ച്? ഞാൻ പാടി രസം ഉണ്ടാവില്ല. ഞാനിങ്ങനെ ഇരിക്കണ്ടിട്ട് ആരൊന്നും വിചാരിക്കുന്നുണ്ട്. എനിക്ക് മര്യാദക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഇരിക്കുന്നത്. പറയും അല്ല, പാടും. എനിക്ക് കൊട്ടണോ? ഞാനല്ല, എൻ്റെ ചെണ്ട. ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട്. Ready 1 2 3 4 5. Ready 1 2 3 start. ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം, ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം, ഇരുൾ മൂടിയൊരേ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇരുൾ മൂടിയൊരേ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇളം തെന്നലായെത്തും ലീലാൻ്റെ സുഗന്ധം, ഇളം തെന്നലായെത്തും ലീലാൻ്റെ സുഗന്ധം, ഈയിടവഴിയേ വരണം അവളുടെ നിർബന്ധം,
ഭ്രാന്തായാൽ ഭ്രാന്തായാൽ എന്തു രസം, സക്കറാത്തുൽ മൗത്തെന്തു സുഖം. ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം, ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം. ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. നന്നായിട്ട് പാടി മോളെ. എവിടെ ഒരു പിച്ച് റെഡി ആവുന്നു കേട്ടോ. പിച്ച് ഇപ്പൊ റെഡി ആയില്ലേ പിച്ച്? ഇപ്പൊ എല്ലാരും ഫസിന്റെ പാട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഫസിന്റെ പാട്ട് കേട്ടു. എന്റെ പാട്ടായിട്ട് എല്ലാവരും ഉറങ്ങിയോ? ഫസി നാട്ടിലേക്ക് പോകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അറിഞ്ഞു. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഇനി എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. 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 കമന്റ് അല്ല കമന്റ്. കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യാം. അപ്പോൾ വ്ളോഗ്സ് ഇൻഷാ അല്ലാ എന്തായാലും വ്ളോഗ്സ് നമ്മൾ ചെയ്യും. പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കുറേ പ്ലാൻസ് ഉണ്ട് പുറത്ത് പോകുമ്പോൾ ചെയ്യാനുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇത് പറഞ്ഞിട്ടല്ലേ വേണേ പ്ലാൻസ് ഉണ്ട്. എന്നിട്ട് വീഡിയോ ഇറക്കുന്നില്ല. ഈ ചാവാങ്ക് എടുക്കുമ്പോൾ വരെ ഞാൻ വ്ളോഗ് ചെയ്തിരിക്കണോടെ സൂചിത്തുമ്പോൾ. മനസ്സിലായില്ലേ എന്ത് സ്നേഹം, ഭർത്താവിന്റെ സ്നേഹം. ഞാൻ പറയൂട്ടെ ഇവളോട് എവിടെ നമുക്ക് വീഡിയോ എടുക്കപ്പോൾ ഭയങ്കര ചാടേ, വലിയ സെലിബ്രിറ്റി അല്ലേ. വയ്യ ഗെസ്, ഒന്നിനും വയ്യ. ഇവളോട് ഞാൻ പറയും നമുക്ക് വ്ളോഗ് എടുക്കണേ, പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് എടുത്താൽ ഇന്ന് എടുക്കണം, നാളെ എടുക്കാം അങ്ങനെ നീണ്ടു പോയതാണ്. ഇപ്പോഴും വയ്യ, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, തലവേദന ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ നാളെ എടുക്കാൻ തന്നപ്പോൾ പിന്നെ ഓളെ വേണ്ട ഇന്ന് തന്നെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നതാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഒന്നുമില്ല വീഡിയോയിൽ ഒന്നുമില്ല എന്ന് നമുക്കറിയാം. എന്ന് പറയണ പോലെ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. അപ്പോൾ ഞാൻ വിസ അടിക്കുകയാണ്, ജോബിനോടെ കയറണം എന്നാണ് ഇതുവരെയുള്ള പ്ലാന്. ഇത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എങ്ങനെ ചോദിക്കും ഏതാ ഇവളൊക്കെ ഏത്. അപ്പോൾ ഇൻഷാല്ലാ വേറൊരു സന്തോഷം കൂടി നിങ്ങളെ മുന്നിൽ പങ്കുവെക്കാൻ നമ്മൾ യൂട്യൂബിൽ കാണുന്ന പ്രേക്ഷകർ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഉണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മൾ ജേണി തുടങ്ങിയത് നമ്മളെ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ മൊത്തം 124 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ വീഡിയോ കോൾ തീം കണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മളെ രസകരമായിട്ടുള്ള ഒരു 124 വീഡിയോ ഈ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ 124 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ 124 വീഡിയോസിൽ 35 വീഡിയോസും 1 മില്യൺ മേലെ നമുക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത 124 വീഡിയോസും 100,000 മേലെ 100K വ്യൂസിന് മേലെ കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ തരുന്ന സന്തോഷത്തിനും സ്നേഹത്തിനും സമാധാനത്തിനും ഐക്യത്തിനും ഈ തരുന്ന സ്നേഹത്തിനും സമാധാനത്തിനും എല്ലാത്തിനും പിന്നെയും തെറ്റല്ലോ. ഈ തരുന്ന സ്നേഹത്തിനും അങ്ങനൊന്നും അല്ലടാ, ഈ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും സന്തോഷത്തിനും അത്ര മതിട്ടെങ്കിൽ പറയല്ലേ, എല്ലാത്തിനും നന്ദി. സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി. കാരണം നിങ്ങളില്ലാതെ ഇതൊരിക്കലും നടക്കില്ല. നമ്മളൊരു കണ്ടന്റ് അധികം നെഗറ്റീവ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ എല്ലാവരും എന്ത് ചെയ്തു അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ വളരെ സന്തോഷം. അല്ല ഇല്ലാത്ത നമ്മൾ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ. സോ നമ്മളിട്ട് 124 വീഡിയോവും 100,000 മേലെ ആൾക്കാർ കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ അത് ചെറിയൊരു സംഖ്യയല്ല. പണ്ട് നമ്മൾ ഇട്ട ടൈമിലൊക്കെ നമ്മളൊരു വീഡിയോ 1000 കടന്നാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. 100K എന്ന് പറഞ്ഞാൽ 1,00,000ആണ്. അത് 35 വീഡിയോ, അതായത് 124 വീഡിയോ 1 മില്യന്റെ മേലെ, അതായത് 10,00,000 മേലെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ബാക്കി എല്ലാ വീഡിയോസും 124 വീഡിയോസും 1,00,000 മേലെ കയറിയിട്ടുണ്ട്. ഇനിയും അങ്ങനെ ആവട്ടെ, പടച്ചവൻ കൂടെ ഉണ്ടാവട്ടെ. അപ്പോൾ
നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്, നിങ്ങളെ സ്നേഹം കൊണ്ട് മാത്രമാണ് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ നമുക്ക് തരുന്ന കമൻസ്, അതിൻ്റെ റിലേറ്റബിൾ എന്ന് പറയുന്ന ഇടുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. യൂട്യൂബിലായാലും ഒന്ന് കാണാതായ തിരക്ക് വരുന്ന മനുഷ്യരുണ്ടല്ലോ, ഞങ്ങളുണ്ടാക്കിയ സമ്പാദ്യം അങ്ങനെയുള്ള കുറച്ച് മനുഷ്യന്മാരെയാണ്. അപ്പോൾ ഒരുപാട് ശരിക്കും കൈ മുറിഞ്ഞ് വീടിട്ട സമയത്ത് കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ട് ഫസി ഇപ്പം എങ്ങനെയുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ കുറേ സ്നേഹമുണ്ട്, കുറേ സന്തോഷമുണ്ട്. അങ്ങനെ വന്ന് ചോദിക്കാൻ കുറേ ആൾക്കാരുണ്ട് എന്ന് കാണുമ്പോൾ ശരിക്കും നമ്മളൊന്ന് കണ്ടില്ലെങ്കിൽ അന്വേഷിച്ച് വരിക. നമ്മളൊരു വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോറി ഇട്ടിട്ടില്ലെങ്കിൽ ഒരാൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് ഒന്നും കാണാത്തേ. അപ്പോൾ അത്രയും സ്നേഹം നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് കാണുന്ന ആരെങ്കിലും നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം അജ്മൽ സൽമാൻ, യൂട്യൂബിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാത്ത ഒരുപാട് പേരുന്നുണ്ട്. കാരണം നമ്മളെ വ്യൂസും ഇതും വെച്ചിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഈ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ ഫോളോ ചെയ്യാതെ കാണുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ. പിന്നെ ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് നമ്മൾ കുറച്ച് കണ്ടൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവളെ ഉറക്കും, ഇവളിവിടെ വന്നതിൻ്റെ ശേഷം ഫീൽ ചെയ്ത മാറ്റങ്ങൾ അല്ലേ, ഇങ്ങനെ ഉറക്ക് വിസയിലാണ് വന്നിക്കണമെന്നുള്ള രീതിയിൽ നമ്മൾ കുറേ കണ്ടൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചില ആൾക്കാർ ഫണ്ണി രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അയ്യോ ഇത് ഞാൻ തന്നെയാണ്, ഞാനും ഇങ്ങനെ തന്നെ 100% റിലേറ്റബിൾ എന്ന് പറഞ്ഞിട്ട് കണ്ടൻറ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ചില ആൾക്കാർ പെണ്ണുങ്ങളിങ്ങനെ അതായത് ഇങ്ങനെ തന്നെയാണ് ഇവർ എന്നുള്ള രീതിയിൽ, അതായത് ഇങ്ങനെ തന്നെയാണ് പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഭാര്യമാർ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഫസി എന്നുള്ള രീതിയിൽ കമൻസ് വരുന്നുണ്ട്. ചില ആൾക്കാർ സീരിയസ് ആയിട്ട് എടുത്തിട്ടാണ് കമൻ്റ് അടിക്കുക. എന്താണ് വളരെ ദേഷ്യപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ കമൻ്റ് ഇടുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ അങ്ങനെ എണീക്കാതെ ഇരുന്നിട്ടുണ്ടാവുള്ളൂ. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഫുഡ് ഉണ്ടാക്കാതെ ഇരുന്നിട്ടുള്ളൂ. ചിലപ്പോൾ ഒരു ദിവസം ഇതൊക്കെ ഒരു ഫണ്ണി മൊമെൻ്റ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഈ കമൻ്റ് അടിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അവർക്ക് അതൊരു ഓരോരുത്തർ ഓരോ വേയിലാണ് എടുക്കുന്നത്. അവരങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ നല്ല രീതിയിൽ റിലേറ്റബിൾ ആണ്, ശരിക്കും സെയിം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കമൻ്റ് അടിക്കണം. അത് റിലേറ്റ് ചെയ്തിട്ടാണ്. പക്ഷെ ചില ആൾക്കാർ ഭയങ്കര എന്താ പറയുക, ഭർത്താവ് പോകുമ്പോൾ എണീക്കാത്ത സ്ത്രീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത് ഫണ്ണിയാണ്, അല്ലാതെ ഫസി അങ്ങനെ 24 മണിക്കൂറും കിടന്നുറങ്ങുന്ന ആളോ അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ കിടന്നുറങ്ങുന്ന ആളോ ഒന്നുമല്ല. നമ്മളൊരു കണ്ടന്റിന് വേണ്ടിയിട്ട്, ഒരു ചിരിപ്പിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ഒരു വിഷയം എടുത്തിട്ട് ചെയ്യുന്നുള്ളൂ, അതിനർത്ഥം. പിന്നെ നമ്മളെല്ലാ വീഡിയോസിലും ഫസിക്കൊരു സൈക്കോ പരിവേഷമാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ വീഡിയോസിലും ഫസിങ്ങിനെ തുറിച്ചു നോക്കി. നാഗവല്ലി, ഇവളെ നിക് നെയിം, നിക് നെയിം നാഗവള്ളി തന്നെയാണ്. ഇത് വള്ളിയാ? വള്ളി കണക്കന്നെ, നാഗവല്ലി എന്നാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഫസി അങ്ങനെ തന്നെ ആണോന്ന്. അങ്ങനെ ഒന്നുമല്ല, നോർമലാണ്. ഇടയ്ക്കൊരു മെൻ്റലുണ്ട്. അങ്ങനെയൊന്നുമില്ല, നോർമലാണ് ആള്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ലൈഫിൽ നിന്ന് തന്നെ അടർത്തിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം ആ ആൾ എപ്പോഴും അങ്ങനെയാണെന്നല്ല. എപ്പോഴെങ്കിലുമൊക്കെ വഴക്കിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു പോയിന്റുമേ നമ്മൾ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ളൂ. അല്ലാതെ നമ്മളെ വീഡിയോസ് വെച്ചിട്ട് നമ്മളെ ക്യാരക്ടർ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണെന്നുള്ളത് വിലയിരുത്തരുത്. ഫസിക്ക് കുറച്ചൊരു മെൻ്റലുണ്ട് എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫസി നല്ല കുട്ടിയാണ് ഗൈസ്. അപ്പോൾ ഫസിക്ക് നല്ല കുട്ടിയാണ്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.